ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിഞ്ഞ പാത്രങ്ങൾ എങ്ങനെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുതിയ ടിപ്പിലേക്ക് കിടക്കാം. നമ്മുടെ പുതിയ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രബ്ബറുകൾ ഉണ്ടല്ലോ, നമ്മുടെ പാത്രം കഴുകുന്ന ഉണ്ട് ഇങ്ങനത്തെ സ്ക്രബ്ബറുകൾ, ഇതൊക്കെ എങ്ങനെ അണുവിമുക്തമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വേസ്റ്റ് പാത്രവും പിന്നെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാചകം ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകുന്നതായതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമ്മുടെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളിരിക്കും. നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിരുന്ന് സ്മെല്ലാവും. ആ സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ വീണ്ടും വേറെ പാത്രങ്ങളൊക്കെ കഴിയാൽ അതിൽ നിന്ന് നമുക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഈ സ്ക്രബ്ബർ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മളത് നന്നായിട്ട് കഴുകണം. നമ്മുടെ പാത്രങ്ങളെല്ലാം കഴിയതിന് ശേഷം കഴുകിക്കഴിഞ്ഞ് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കണം. ഇങ്ങനെ ഒരു ഉപ്പ് വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല അണുക്കളെല്ലാം ഇതിൽ ചത്തു പോകും. അതുകൊണ്ട് തന്നെ എന്നിട്ട് സ്മെല്ലൊന്നും വരില്ല. ഇത് നമ്മളൊരു 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം തോർത്തി വേറെ മാറ്റി വെക്കണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും, സ്മെല്ലൊന്നും വരികയില്ല. ഞാൻ എവിടെയാണ് ഇത് ഉണങ്ങാൻ വെക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. എടുത്തപ്പോഴും തന്നെ ഉണ്ടോ, സ്ക്രബ്ബറിൽ ഇടുക്ക് ഭാഗങ്ങളിലൊക്കെ കയറിയിരിക്കുന്ന അഴുക്കുകൾ ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഉണക്കാൻ വെക്കുന്നത് ഈ ഒരു സംഭവത്തിലാണ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ ഈ ബിസ്ക്കറ്റോ കേക്കോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ മൂടി ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു പാത്രമായിരുന്നു. ഇത് 2 കട്ടാക്കിയിട്ട് മേളിൽ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഹോളിട്ട് കൊടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിലാണ് ഞാനിതെല്ലാം ഉണങ്ങാൻ വെക്കുന്നത്. എപ്പോഴും കഴുകിയിട്ട് ഈ സ്ക്രബ്ബർ ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്. അപ്പോഴും വെള്ളം ഇതിൽ നിന്ന് ഒലിച്ചിറങ്ങി ഈ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ സ്ലാബിൻ്റെ മേളിലൊന്നും ആവില്ല. നമുക്ക് രാവിലെ എടുത്ത് ഇത് സിംഗിൾ ഒഴിച്ച് കളയുകയും ചെയ്യാം. നിങ്ങളെന്തായാലും ഇങ്ങനത്തെ പാത്രങ്ങൾ വല്ലതും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്, നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. വെക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമാണ്. ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഹോളിൽ കൂടെ വെള്ളം അതിലേക്ക് വീണോളും. നമ്മുടെ ടിപ്പിലേക്ക് കിടക്കാം. ഇത് എൻ്റെ ഒരു പാത്രമാണ്, നന്നായിട്ട് അടുക്കി പിടിച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ കറി വെച്ചിട്ട് മറന്നുപോയി കുറച്ച് നേരം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അടുക്കി പിടിച്ചതാണ്, നന്നായിട്ട് അടുക്കി പിടിച്ചിരിപ്പുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാനൊരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. എന്നിട്ടാണ് ഇതിനിപ്പോൾ കഴുകാനെടുക്കുന്നത്. ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ കുറച്ച് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി. പിന്നെ വേണ്ടത് നമ്മുടെ ഏതാണോ നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ, ആ ഒരു ലിക്വിഡ് എടുക്കുന്നുണ്ട് കുറച്ച്. അതുപോലെ തന്നെ പിന്നെ എടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ സ്ക്രബ്ബർ വെച്ച് തേച്ച് കൊടുക്കാം. സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ചിളക്കിയാൽ മതി. കുറച്ച് നേരം ഞാൻ വെള്ളത്തിലും കൂടെ ഒരു ഏകദേശം 2 മണിക്കൂറോളം ഇതിലൊന്ന് നിറയെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്തത്. അതുകൂടെ കൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത് ഏകദേശം മുഴുവനായിട്ട് പോയിട്ടുണ്ട് സ്ക്രബ് ചെയ്തെടുത്തപ്പോഴേക്കും. ഇനി ഇത് വെള്ളം കൂടെ ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം. നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 സ്ഥലത്ത് അതൊന്നും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അടുക്കി പിടിച്ചതിൻ്റെ ഒരു പാട് പോലും ഇല്ല. ഈ പാത്രം തന്നെയാണോ ഇങ്ങനെ കരിപിടിച്ചിരുന്നതെന്ന് നമുക്ക് തോന്നിപ്പം. അത്രമാത്രം നല്ല രീതിയിൽ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെള്ളം മാത്രം ഒഴിച്ച് വെച്ചിട്ട് വെറും നമ്മുടെ ആ ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം ഉപയോഗിച്ച് കഴുകിയാലൊന്നും ഇത്രയും ക്ലീനായിട്ട് കിട്ടത്തില്ല. നല്ല രീതിയിൽ നമ്മൾ ബലം കൊടുത്ത് സ്ക്രബ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. പക്ഷേ ഈ 3 സാധനങ്ങൾ, നമ്മൾ വിനാഗിരി, നമ്മുടെ സോഡാപ്പൊടി, നമ്മുടെ ഡിഷ് വാഷും കൂടെ ചേർത്ത് നമ്മൾ
കഴുകി എടുക്കുമ്പോൾ നല്ല തിളക്കമുള്ള രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാത്രങ്ങൾ അടുക്കി പിടിക്കുകയോ കരി പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ മതി.